എന്തായാലും നമുക്ക് അവിടം വരെ ഒന്ന് പോയി അവരെ ഒന്ന് കാണാം, എങ്ങനെയാണ് അവരുടെ എക്സ്പ്രഷൻ എന്നൊക്കെ ഒന്ന് അറിയാമെന്ന് ഓർത്തുകൊണ്ട് പോവാം. അപ്പൊ എന്തായാലും നമ്മള് ഈ കടയുടെ വാതൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മിനി ചേച്ചി ഒക്കെ അകത്തുണ്ട്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സന്തോഷമായി. എനിക്കിപ്പോ എനിക്ക് കടപ്പാടം കൂടെ വേണം. അത്രയോ വളരെ സന്തോഷമായി. എനിക്ക് സന്തോഷമായി. എനിക്ക് ഇത്രയെല്ലാം സൗകര്യം ദൈവം ആക്കി തന്നു. എനിക്ക് അത്യാവശ്യം വേണ്ടിയത് ഒരു കടപ്പാടം വേണ്ടിയത്. കടപ്പാടം കൂടെ കിട്ടി എനിക്ക് സമാധാനമായി. എന്ന് എനിക്ക് വഴിയിൽ നിന്നൊന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കെല്ലാം അവർ കൊണ്ടുതന്നു. ഒരുപാട് സാധനങ്ങൾ കൊണ്ടുതന്നു. അത്യാവശ്യം വണ്ടി നിർത്തുന്നുണ്ട്, അത്യാവശ്യം കച്ചവടമുണ്ട്, എല്ലാം ഉണ്ട്. ചേട്ടൻ്റെയാണ് ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ടത്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഹോട്ടൽ തൊഴിലാളിയായിരുന്നു, ഹോട്ടലിൽ പാചകം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരുന്നതാണ്. 2 മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരൊന്നും ഇപ്പോൾ നിലവിലില്ല. ഇവരൊക്കെ നമ്മൾ നേരത്തെ ഈ വാർത്തയ്ക്കകത്ത് നമ്മളിതൊക്കെ പറഞ്ഞിരുന്നു. വളരെ ഒരു ദയനീയ അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇന്ന് ഇവർ 2 പേരും കാണുമ്പോൾ ഇവർ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പം അതിൽ നമുക്കും അഭിമാനമുണ്ട്. ചേട്ടൻ പറ, എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. കച്ചവടമൊക്കെ ഉണ്ട്. ഇത്രയും വരെ ആക്കി തന്ന നിങ്ങളെല്ലാവർക്കും നന്ദിയുണ്ട്, ഏർപ്പാടുമുണ്ട്. പിന്നെ 8-ാം മൈലിനൊരു സംഘടന, വ്യാപാരി വ്യവസായികൾ, ഇവരെല്ലാവരും കൂടെ വന്നാണ് നമുക്ക് ഇത്രയൊക്കെ ആക്കി തന്നത്. അപ്പം ഇതിനകത്ത് ഒരു സംഭവം വെച്ചാൽ നല്ലാഷൻ ചേട്ടൻ ഇത് എൻ്റെ അടുത്ത് പറയുകയും ഞാനിവിടെ വരാതെ ഇരിക്കുകയും അല്ലെങ്കിൽ ആ ഒരു വാർത്ത ചെയ്യാതിരിക്കുകയായിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് ഒരു താമസം ഉണ്ടായേനെ. എന്നെ പോലെ തന്നെ ആരും ഇവിടെ വരണമല്ലോ. അപ്പം നമ്മളെ ഇത്രയും അടുത്ത് കിടന്നിട്ട് നമ്മൾ താമസിച്ചോ എന്ന് ആദ്യം തന്നെ നമുക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ. പക്ഷേ താമസിച്ചില്ല. ഇപ്പം അവർക്ക് അത്യാവശ്യം ഇലക്ഷൻ കഴിഞ്ഞാലും ഇപ്പം അത്യാവശ്യം സഹായങ്ങളൊക്കെ തന്നെ എത്തുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താ ചേട്ടാ പറയാനുള്ളത്? ഇപ്പം നമ്മളിവിടെ വന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഇതുപോലെ വന്നില്ലായിരുന്നെങ്കിൽ ആകെ വിഷമിച്ച് പോയായിരുന്നു. മറ്റേ സംഭവം വെച്ചാൽ നമ്മുടെ വീടിന് തൊട്ട് കുറച്ച് 1 കിലോമീറ്ററിന് ഇപ്പുറത്താണ് ഇവർ താമസിക്കുന്നത്. എന്ന് ഇതിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ദുരവസ്ഥ നമുക്ക് അറിയുന്നില്ലായിരുന്നു. കാരണം ഒരു കടയല്ലേ, ചെറിയ പെട്ടിക്കടയല്ലേ. അപ്പം ഇതിനകത്ത് ആൾക്കാരുണ്ടാവും, അത് ചായ കുടിക്കാനുള്ള ആളുകൾ നിർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ എന്തായാലും വന്ന് കണ്ടപ്പം ഭയങ്കരമായ ദയനീയ ഒരു അവസ്ഥയുണ്ടായി. ഉടൻ തന്നെ അത് വാർത്തയാക്കുകയും എല്ലാ ആളുകളുടെ അടുത്തേക്ക് ഇത് എത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇവർക്കൊരു ഇപ്പോൾ ഒരു സൗകര്യം, ഇപ്പം ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സൗകര്യം ഇപ്പം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവർക്ക് ഒട്ടും താമസിക്കാതെ തന്നെ കിടപ്പാടം കൂടി ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ചേച്ചി പറഞ്ഞേ, നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? നമ്മുടെ ഒരുപാട് ആളുകൾ ഇത് ഷെയർ സഹായിച്ചത് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. എല്ലാവരോടും ഞാൻ ദൈവത്തെ പോലെ ഞാൻ കണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു. ഞാൻ വെച്ചാൽ എനിക്ക് ഇത്രയും സൗകര്യമാക്കി തന്നു. ഇല്ലെങ്കിൽ ഞങ്ങളുടെ 2 പേരുടെ അവസ്ഥ ഞങ്ങൾ കിടന്ന കിടപ്പിൽ തന്നെ പോയിരുന്നു. ഇപ്പൊ പട്ടിണി മാറി ഞങ്ങൾ എല്ലാ ഇതിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെട്ടു. എനിക്ക് ഇത്തിരി പറയാനുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇതിൽ രക്ഷിച്ചത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരുപാട് പാർട്ടിക്കാരോട് പറഞ്ഞു, നമുക്ക് ആരും ഇതുവരെ ഒരു സഹായത്തിന് എത്തിയിട്ടില്ലായിരുന്നു. ഇപ്പം നിങ്ങൾ വന്ന് ഫസ്റ്റിലെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും എത്താൻ തുടങ്ങി. എല്ലാവരും വിളിക്കാനും പറയാനും എല്ലാവരും തുടങ്ങി. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെന്ന് മാത്രമേ. അത് തന്നെയാണ് ചേച്ചി പറഞ്ഞ പോലെ, നമ്മളിവിടെ ആദ്യം വന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരുടെ അവസ്ഥ ഇത് തന്നെ അങ്ങനെ തന്നെ തുടർന്നേനെ. കാരണം ഇവരെ ശ്രദ്ധിക്കാനായിട്ട് പറ്റാതെ വന്നേനെ. അന്ന് എന്തോ ഒരു ഭാഗ്യം, എന്തോ ഒരു ദൈവം നമുക്കൊരു വിളി തോന്നിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് അവരെ ഞാൻ രാവിലെ വന്നിവിടെ വണ്ടി നിർത്തിയിരുന്നു. അപ്പോൾ ഇവർ എഴുന്നേച്ച് വരുന്ന ഒരു ഭാഗമേ വരുന്ന ദിവസമായി. അപ്പം അന്ന് രാവിലെ ഞാനിവിടെ നിങ്ങളോടൊന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത് അല്ലേ? നിങ്ങൾ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളം കുടിക്കാൻ പോലും കൊടുക്കാനും പറ്റാത്ത ഒരു അവസ്ഥയിലായിപ്പോയി. ഞാൻ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 25-ാമത്തെ ദിവസം ഞാൻ അടുപ്പ് തീ പിടിപ്പിക്കുന്നത്. ഞങ്ങൾ എണ്ണിക്കൊണ്ടായിരുന്നു 25 ദിവസം. ഞാൻ അതേ അവസ്ഥയിലായിപ്പോയായിരുന്നു. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ റെയിൻബോ ടിവിയുടെ ടീം ഇവിടെ വന്നുകൊണ്ട് തന്നെയാണ് ഇവർക്കൊരു അത്യാവശ്യം സംവിധാനങ്ങളൊക്കെ ആയത്. ഇനിയും നമ്മുടെ പ്രവർത്തനം തുടരും. ഇവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ട ഒരു ചുമതല കൂടി നമുക്ക് ഉണ്ട്. അപ്പം അതും കൂടി ഈ അവസരത്തിൽ പ്രേക്ഷകരിലേക്ക് ഈ സംഭവം എത്തിക്കുകയാണ്. അദ്ദേഹം ചായക്കടയിലെ ആളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ചായ അങ്ങോട്ട് കാണിച്ചാൽ അവർ ചുമ്മാ കാണിച്ചാൽ മതി. വെള്ളം മേടിക്കാനൊക്കെ ആളുകൾ
വന്നിട്ടുണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ. ഇവരുടെ ന്യൂസ് ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ച മുഴുവൻ പ്രേക്ഷകർക്കുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വണ്ടിപ്പെരിയാറിൽ നിന്നും പ്രദീപിനൊപ്പം ജിക്കോ വളപ്പൻ.